തീർന്നെന്ന് കരുതി ചികഞ്ഞെടുത്താൽ നീറിപ്പുകഞ്ഞത് തീയാകും. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന വിധിയെഴുത്തുകൾക്ക് മേലെ കാലത്തിന്റെ വിഭജികയിൽ അവരുടെ കാൽപന്തിന്റെ കവിതയൊഴുകും. തീർത്തു കളയുമെന്നൊരു ഇംഗ്ലീഷ് ധാർഷ്ട്യത്തിന് കളിമനഞ്ഞ കവിത നെയ്ത് ഒരു ആൽബി സെലസ്റ്റ്യൻ വിജയഗാഥയാണ്. അസ്തമയത്തിനും പുലരിക്കുമിടയിൽ ഒരു നിലാവുദിക്കുന്നത് അറ്റ്ലാന്റയിലെ മനുഷ്യർ അങ്ങനെ നോക്കി നിന്നു. ചരിത്രത്തിലെ ഏടുകളിലെ മായാത്ത നോവും ഇംഗ്ലീഷ് വെല്ലുവിളികൾക്കു മുകളിൽ ഇരമ്പിയാർത്തൊരു ബ്യൂണസ് ഐറിസിന്റെ പടയാളികൾ സർവവും തീർത്തു. കണക്കിലെ കരുത്തർക്ക് പക്ഷേ ടീം സ്പിരിറ്റിന്റെ അങ്ങേയറ്റം ഉയർന്നൊരു പടയ്ക്കുമേൽ എങ്ങനെ ജയിക്കാനാണ്? സ്കലോണി ഒരു ഹൃദയം പോലെ പടുത്തുയർത്തിയൊരു മെസ്സിപ്പടയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജലിക്കാനാവില്ല. യുദ്ധം പോലൊരു ഒന്നാം പകുതി. പതിറ്റാണ്ടുകൾ പിന്നോട്ട് ചലിച്ചൊരു ചരിത്രത്തിന്റെ ബാക്കി പത്രം ഇരു ടീമുകളിലും ദൃശ്യമായതാണ്. 55-ാം മിനിറ്റിൽ മെസ്സിപ്പടയുടെ സർവ്വപ്രതീക്ഷകളും തകർത്ത ഇംഗ്ലണ്ടിന്റെ ആ ഗോൾ. വെല്ലുവിളിച്ചെത്തിയ ഇംഗ്ലീഷ് പടയ്ക്ക് മുൻപിൽ വീണുപോകുന്നത് ചിന്തകളിലില്ലാത്തതാണ്. എന്നാൽ തിരിച്ചുവരവിന്റെ കനൽ വഴികൾ എത്രയോ കടന്നവരാണ്. ഈജിപ്റ്റ് വീര്യത്തിനുമേൽ അന്ന് കണ്ട അത്ഭുതം അതൊരിക്കൽ കൂടി ലോകം കാത്തിരുന്നു. പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് പ്രതിരോധം അർജന്റീനയ്ക്കുമേലൊരു വൻമതിലൊരുക്കി. എന്നാൽ വൻകര കടന്നൊരു സ്വപ്നങ്ങളുമായി ഒരു ജനതയവർക്കായി കാത്തിരിപ്പുണ്ട്. ഒപ്പം മൈതാനത്തവരുടെ മിശിഹായും. ഇനിയുള്ള നിമിഷങ്ങളെ ഏത് മനോഹര വാക്കുകളാൽ ചേർത്ത് വെക്കണമെന്നറിയില്ല. ഹാരി കെയ്നും സംഘവും വിറച്ചു നിന്നൊരു ലാറ്റിൻ അമേരിക്കൻ പോരാട്ട വീര്യം. ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് എണ്ണം പറഞ്ഞ അറ്റംപ്റ്റുകൾ. കെട്ടിയുയർത്തിയ പ്രതിരോധം ഭേദിച്ച എൻസോയുടെ ആ വണ്ടർ ഗോളിന് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളും പിൻഫലമായിരിക്കണം. ഇംഗ്ലണ്ടിന്റെ മനക്കണക്കിലില്ലാത്തതാണ് അത്. ജീവശ്വാസം വീണ്ടെടുത്ത അർജന്റീനയുടെ ഒരൊന്നൊന്നര തിരിച്ചുവരവ്. ഏത് പ്രതികൂല കാലവും കടന്ന് ഇതുപോലെ എങ്ങനെ തിരിച്ചു വരാനാണ്? എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീട്ടാൻ അർജന്റീനയ്ക്ക് മനസ്സില്ലായിരുന്നു. തുടരെ ഇരച്ചെത്തി ഹാരി കെയ്നെയും സംഘത്തെയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇഞ്ചുറി ടൈം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ മെസ്സിയുടെ അസിസ്റ്റിൽ മാർട്ടിനസിന്റെ ബുള്ളറ്റ് ഹെഡർ. നിറയെ പ്രതീക്ഷകളുമായി എത്തിയ ഇംഗ്ലീഷ് പടയ്ക്ക് അവിടെയൊന്ന് അടിതെറ്റി. കളിക്ക് മുൻപ് വെല്ലുവിളികളും നിസാരഭാവങ്ങളുമായി എതിരാളിക്കുമേൽ പടരുമ്പോൾ ഒന്നോർക്കണമായിരുന്നു, ഇത് സ്കലോണിയുടെ ചാവേർപ്പടയാണ്. അവർക്ക് മുന്നിൽ ഒരു മഹാമാന്ത്രികന്റെ പാദസ്പർശവുമുണ്ട്. അതിനാൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് മുന്നിൽ മായാജാലം നിറയും. ഖത്തറിൽ നിന്ന് 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ഒരു ഫൈനൽ വേദി ഒരുങ്ങുകയാണ്. സമ്മർദ്ദങ്ങളില്ലാതെ നിരാശയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞ മനസ്സുമായി അവരെത്തും. സ്കലോണിയുടെ തന്ത്രങ്ങളും മിശിഹായുടെ സ്വപ്നങ്ങളുമായി. ഒരിക്കൽ പൂത്ത കിനാക്കൾ അത്രയും വീണ്ടും ഒരിക്കൽ പൂവിട്ടാൽ അതൊരു പ്രണയകാവ്യം പോലെ ഉറക്കം നഷ്ടപ്പെടുത്തും. അതിനാൽ ഇത് നേടാതെ ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് അവർ വിട പറയില്ലെന്ന് കട്ടായം.